ആഭരണ പ്രേമികൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ ആശ്വാസം നൽകി സ്വർണ്ണവിലയിൽ വലിയ വിലക്കുറവ് രേഖപ്പെടുത്തി. ദിവസങ്ങളായി ഉയർന്ന നിലയിൽ തുടരുന്ന സ്വർണ്ണവില ഒരു പവന് 86,000 രൂപയിലേക്ക് താഴ്ന്നത് വലിയ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ഇന്ന് മാത്രം 480 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞത്. കഴിഞ്ഞ ദിവസം 87,040 രൂപ നിരക്കിലായിരുന്നു വ്യാപാരം നടന്നതെങ്കിൽ ഇന്നത്തെ വില 86,560 രൂപയാണ്. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. അതേസമയം 1 ഗ്രാം സ്വർണം വാങ്ങാൻ ഇപ്പോൾ 10,820 രൂപ നൽകിയാൽ മതിയാകും. ഈ വിലയിടിവ് നിക്ഷേപകരെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നു. എന്നാൽ സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും വില വർധനവിന് ആനുപാതികമായ ഒരു ഇടിവ് സംഭവിക്കുന്നില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളുടെയും രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെയും സ്വാധീനം സ്വർണ്ണവിലയിൽ ശക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് ഫീസ് എന്നിവ കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരു പവൻ സ്വർണം വാങ്ങുന്നതിന് 93,000 രൂപയിൽ കൂടുതൽ നൽകേണ്ടി വരും. ഇത് സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു വലിയ തുക തന്നെയാണ്. എന്നാൽ നിലവിലെ വിലക്കുറവ് ഒരു ചെറിയ ആശ്വാസം നൽകുന്നു. ഒക്ടോബർ മാസത്തിലെ വില നിലവാരം പരിശോധിച്ചാൽ ഈ ഏറ്റക്കുറച്ചിലുകൾ വ്യക്തമാകും. ഒക്ടോബർ 1 രാവിലെ 87,000 രൂപയായിരുന്നു വില. വൈകുന്നേരം 87,440 രൂപയായി ഉയർന്നു. ഒക്ടോബർ 2 ഇത് 87,040 രൂപയായി കുറഞ്ഞെങ്കിലും ഒക്ടോബർ 3 വലിയ ഇടിവ് രേഖപ്പെടുത്തിയത്. സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ അമേരിക്കൻ പണപ്പെരുപ്പം, ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളുമാണ്. US സമ്പദ് വ്യവസ്ഥയിലെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ ഫെഡ് റിസർവ് പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ഡോളറിന്റെ മൂല്യം ശക്തിപ്പെടുകയും ഇത് സ്വർണത്തിന് ഡിമാൻഡ് കുറയ്ക്കുകയും ചെയ്യും. ഡോളർ ശക്തിപ്പെടുമ്പോൾ മറ്റ് കറൻസികൾക്ക് സ്വർണം വാങ്ങുന്നത് കൂടുതൽ ചെലവേറിയതാകുന്നു. ഇത് ആഗോളതലത്തിൽ സ്വർണത്തിന് ഡിമാൻഡ് കുറയ്ക്കുന്നു. നിലവിൽ അമേരിക്കയിൽ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടരുന്നതിനാൽ സ്വർണ്ണവിലയിൽ ചെറിയ ഇടിവ് സ്വാഭാവികമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും സ്വർണ്ണവിലയെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ്. യുക്രൈൻ റഷ്യൻ യുദ്ധം, മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ആഗോള വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു. അത്തരം സമയങ്ങളിൽ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയുകയാണ് ചെയ്യുന്നത്. ഇത് സ്വർണത്തിന്റെ വില കുത്തനെ ഉയർത്താൻ കാരണമാകുന്നു. അടുത്തിടെയായി അന്താരാഷ്ട്ര സംഘർഷങ്ങളിൽ ചെറിയ അയവ് വന്നതായി തോന്നിയതാണ് വിലയിടിവിന് ഒരു പ്രധാന കാരണമായി മാറിയത്. എന്നാൽ ഈ സ്ഥിതിക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാമെന്നും സ്വർണ്ണവില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യൻ വിപണിയിലെ ഡിമാൻഡും സ്വർണ്ണവിലയിലെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ദീപാവലി, ദസറ പോലുള്ള ആഘോഷ സമയങ്ങളിലും വിവാഹ സീസണുകളിലും സ്വർണത്തിന്റെ ആവശ്യം കുത്തനെ ഉയരും. സ്വർണം മറ്റ് ആഭരണം എന്നതിലുപരി ഒരു നിക്ഷേപമായും ഇന്ത്യക്കാർ കാണുന്നു. അതിനാൽ തന്നെ ഉത്സവ സീസൺ തുടങ്ങുന്നതോടെ വിലയിൽ വീണ്ടും വർധനവ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. നിലവിലെ വിലക്കുറവ് ഈ സമയത്ത് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു വലിയ അവസരമാണ് നൽകുന്നത്. രൂപയുടെ മൂല്യത്തിന്റെ അസ്ഥിരതയും സ്വർണ്ണവിലയെ നേരിട്ട് ബാധിക്കുന്നു. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ വില ഉയരും. ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില വർദ്ധിപ്പിക്കാനും കാരണമാകും. രൂപയുടെ മൂല്യം ശക്തിപ്പെട്ടാൽ നേരെ തിരിച്ചും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രകടനവും രൂപയുടെ മൂല്യവും ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾ ഒരു ദിവസത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. അവ ആഗോളതലത്തിലെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വലിയ പ്രാധാന്യം നേടിയിട്ടുണ്ട്. ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങളും മറ്റ് നിക്ഷേപ മാറ്റങ്ങളിലുള്ള അനിശ്ചിതത്വങ്ങൾക്കും നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ആകർഷിച്ചു. ഇത് സ്വർണ്ണവിലയെ ഒരു ഉയർന്ന തലത്തിൽ നിലനിർത്താനും സഹായിച്ചു. സ്വർണ്ണവിലയിൽ ചെറിയ കുറവ് ഉണ്ടാകുമ്പോൾ തന്നെ അത് വാങ്ങാനുള്ള സാധ്യത വർദ്ധിക്കുന്നതും ഈ പ്രവണതയുടെ ഭാഗമാണ്. നിലവിൽ സ്വർണ്ണവില കുറഞ്ഞുവെങ്കിലും ഇത് എത്ര നാൾ തുടരുമെന്നത് പറയാൻ കഴിയില്ല. ഒക്ടോബറിലെ ആദ്യ ദിവസങ്ങളിലെ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ തന്നെ ഇതിന് തെളിവാണ്. അന്താരാഷ്ട്ര വിപണിയിലെ അനിശ്ചിതത്വങ്ങൾ തുടരുന്നിടത്തോളം സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടങ്ങൾ സാധാരണമായിരിക്കും. അതിനാൽ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിപണിയിലെ മാറ്റങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. ഒപ്പം പണിക്കൂലി, GST തുടങ്ങിയ അധിക ചെലവുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ആഭരണം വാങ്ങുന്നത് ഇപ്പോഴും ഒരു വലിയ സാമ്പത്തിക ബാധ്യതയായി തന്നെ തുടരുന്നു. നിക്ഷേപകർക്ക് ഇതൊരു നല്ല അവസരമാണെങ്കിലും വലിയ ചാഞ്ചാട്ടം കാരണം വലിയ ലാഭം പ്രതീക്ഷിക്കാതെ ദീർഘകാല നിക്ഷേപമായി സ്വർണത്തെ കാണുന്നതാണ് ഉചിതം.